ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വെക്കേഷനിൽ കുട്ടികൾക്കൊക്കെ നമുക്കൊരു അറബി ടച്ചുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ അതല്ലെങ്കിൽ ഈവനിങ് ആയിട്ടൊക്കെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലോ? ഒന്ന് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് മയണൈസും എല്ലാം കൂടെ ഒക്കെ സാലഡ് ആക്കിയിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നമുക്കാണെങ്കിൽ പണി എളുപ്പമായി കിട്ടുകയും ചെയ്യും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 എഗ്ഗും ഒരു 4 ടീസ്പൂണോളം മൈദപ്പൊടിയും 1/2 കപ്പ് പാലും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. സാധാരണ നമുക്ക് ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലൂസ് കുറച്ചും കൂടെ ലൂസ് ആയിക്കോട്ടെ. കാരണം മൈദയും മുട്ടയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നൈസായിട്ടുള്ള ദോശ ചുട്ടെടുക്കാമല്ലോ. നൈസായിട്ടുള്ള ദോശയൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. കുറച്ച് കട്ടിയാകുമ്പോൾ അത്ര ടേസ്റ്റ് വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ബ്രെഡിലാണെങ്കിലും ബ്രെഡിലും അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കാനുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റും ഒരു കുക്കുംബറും ഒരു കാബേജിന്റെ പകുതി കഷ്ണം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കഷ്ണം ഒനിയനും. ഇപ്പോൾ നമ്മളെ വീട്ടിൽ വേറെ ക്യാപ്സിക്കോ ലെറ്റ്യൂസോ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ സമയം കുറച്ച് ഉപ്പും അതിലോട്ട് ഒരു ഇത്തിരി മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഇനി അടുത്തത് ജസ്റ്റ് ഒരു പശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ മൈദപ്പൊടിയും കുറച്ചൊരു വെള്ളവും ചേർത്തിട്ട് ഒരു സ്ലറി പോലെ ഒരു പശ പോലെ ഉണ്ടാക്കി മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് കെച്ചപ്പ് ഉണ്ടെങ്കിലും മയണൈസ് ഉണ്ടെങ്കിലും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ മയണൈസ് മാത്രമാണ് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനൊരു ദോശ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കുറച്ചൊരു കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് പൊതിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ചുറ്റിലും കുറച്ച് ഈ പശ മൈദ കൊണ്ടുള്ള പശ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്. അതിനുശേഷം നമ്മൾ ഓരോരോ ലെയറായിട്ട് ഒരു മയണൈസിൻ്റെ ലെയർ ഫസ്റ്റ് ആഡ് ചെയ്യുക. അതിലോട്ട് ഈ കട്ട് ചെയ്തിട്ട് അടുത്ത് വെക്കരുത്, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് വേണം കട്ട് ചെയ്യുമ്പോൾ നമുക്കത് പൊതിയാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിനുശേഷം പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ബോയിൽഡ് എഗ് പീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ ആംഗിളായിട്ട് ട്രയാങ്കിൾ പോലെ മടക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പശ ഉണ്ടല്ലോ, പശ തേച്ചതുകൊണ്ട് അത് അവിടെ ഒട്ടിക്കിടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അധികം ഓയിലൊന്നും ആവശ്യമില്ല. അടുത്തായിട്ട് എഗ്ഗിൻ്റെ യെല്ലോ പാർട്ടുണ്ടല്ലോ, യോക്ക്, അതെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ ട്രയാങ്കിളിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം അതിനൊരു കളർ വരാനും അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടാനും. ഇങ്ങനെയൊക്കെയുള്ള എളുപ്പമുള്ളതും അതേപോലെ കുറച്ചൊരു ടേസ്റ്റിൽ വ്യത്യാസമുള്ളതൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. അവർ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. പിന്നെ അത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ വെക്കേഷനിൽ കുറച്ചൊന്ന് ഉറങ്ങി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്നാലും മക്കൾ നല്ലോണം കഴിക്കുകയും ചെയ്യും. അല്ലാതെ മറ്റുള്ള പുട്ടോ കറിയൊക്കെ ആണെങ്കിൽ കറി ഉണ്ടാക്കണം, പുട്ടുണ്ടാക്കണം, പിന്നെ പത്തിരി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്.
നോർമലി ഞാൻ ചെയ്ത് വെക്കാറുള്ളത് ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. കുക്കുംബർ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറില്ല, അത് ആ സമയത്തേ കട്ട് ചെയ്യുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വെക്കാറില്ല. അതല്ലാത്ത ക്യാരറ്റ് ആണെങ്കിൽ കാബേജ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ഇതിന് ഉപയോഗിക്കുന്നത്. ഈ കോണ്, പച്ച കോൺ ഉണ്ടല്ലോ, യെല്ലോ കളറുള്ള ആ കോൺ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒലീവ് ഇല്ലേ, ഒലീവിൻ്റെ പച്ചയും ബ്ലാക്കും ഒക്കെ ഒലീവ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടാറില്ലേ, കുറച്ച് ഉപ്പിലിട്ട ഒലീവ്, അതിൻ്റെ പീസ് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ആഡ് ചെയ്താലും അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുളിയൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ദോശ ഉണ്ടാക്കണമെന്നില്ല, ഇപ്പോൾ കയ്യിൽ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിലും ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡിസൈനൊക്കെ ആക്കാം, അതല്ല എങ്കിൽ നമ്മൾ നോർമലി ചപ്പാത്തി ചട്ടിയിലൊക്കെ വെച്ച് ആക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ലെയർ മയണൈസ് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഈ ചിക്കൻ്റെ പീസ് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അതല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് കോൺ ഉണ്ടെങ്കിൽ കോണിനൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒലീവ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. മറ്റുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ്, ലെറ്റ്യൂസോ ടൊമാറ്റോയോ അങ്ങനെ എന്താണെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കെച്ചപ്പും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ കെച്ചപ്പ് ആഡ് ചെയ്തില്ല. അപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കീപ്പ് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് രാവിലെയൊക്കെ എടുത്ത് പെട്ടെന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക, ടിഫിനായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു സാൻഡ്വിച്ച് മേക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് 4 5 6 എനിക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലാത്തവരാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ഫ്രൈ പാനിലോ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ചട്ടിയിൽ അങ്ങനെ പാനിലൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇങ്ങനെ ഒരു ലെയർ കിട്ടില്ല എന്നേ ഉള്ളൂ, ഇങ്ങനെ ലൈൻസ് കിട്ടില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല, കാണാൻ ഒരു ഭംഗി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ക്രോസ് ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഗ്രിഡ് ആയിട്ടുള്ള ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഡയഗ്നലോ എന്തും തന്നെയാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റൈലൊക്കെ കാണുന്ന സമയത്ത് മക്കളൊക്കെ നല്ലപോലെ കഴിച്ചോളുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിനും ഇത് തന്നെയായിരുന്നു ഉണ്ടാക്കി. ഡിന്നറിന് ബ്രെഡോട് ഉണ്ടാക്കി, അപ്പോൾ ഈവനിങ്ങിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാണ് മക്കൾക്കൊക്കെ, നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുക്കുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.